ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഒരുപാട് ആളുകൾ ഇപ്പൊ പുതിയതായിട്ട് തേയിലയുടെ ഈ ഫീൽഡിലേക്ക്, അതായത് സ്വന്തമായിട്ടൊരു ജോലി നോക്കി നിൽക്കുന്ന വ്യക്തികള്, ഒരുപാട് ആളുകൾ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തിട്ട് അവർ സ്വന്തമായിട്ടുള്ള ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് കുറെ ഡൗട്ട് കാര്യങ്ങൾ അവർ നമ്മളോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വാട്സാപ്പ് കാര്യങ്ങൾ നമ്മളോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറെ കാര്യങ്ങൾ മെയിൻ ആയിട്ടുള്ള മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവർക്ക് നമ്മുടെ അറിവിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവർക്ക് വോയിസ് വഴി മെസ്സേജസ് ആയിട്ട് ഞാൻ അവർക്ക് അതിനുള്ള റിപ്ലൈ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് മെയിനായിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് നമ്മുടെ പാക്കിങ് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി. കാരണം നമ്മൾ തുടക്കക്കാരാണെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു തേയില അത് എങ്ങനെ, കാരണം നമ്മളിത് ഒരു കടയിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് നമ്മളൊരു 1 കിലോ പാക്കറ്റ് നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഇതുപോലെ ഒരു പാക്കറ്റുകൾ ആക്കി നമ്മളിങ്ങനെ കടകളിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാണുമ്പോ ആ കാഴ്ചയിൽ തന്നെ അവർക്കൊരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ തോന്നണം. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലയായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ തുടക്കക്കാര് പാക്ക് ചെയ്ത് ഇതുപോലെ പാക്കറ്റുകളാക്കി കടകളിൽ കൊടുക്കുമ്പോഴത്തേക്കും, ചെറിയ ചെറിയ കടകളിലും ചായക്കടകളിലൊക്കെ ബേക്കറികളിലൊക്കെ നിങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആ പാക്ക് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവറിൽ തന്നെ അത് പാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ അതിന്റെ ഒരു സാമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ആ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ 2 കവറാണ് ഞാനിപ്പോ ഈ കാണിക്കുന്നത്. ഇപ്പൊ ഒരു ലൂസ് തേയില 1 കിലോ കോരാൻ പറ്റുന്ന ഒരു 2 കവറാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പൊ ഇതെന്ന് പറയുമ്പോഴത്തേക്കും HM കവറാണിത്. അപ്പൊ ഈ തേയില നിങ്ങൾക്ക് ഇത് കാണാം, ഇത് HM കവർ, ഒരു വെള്ള കളറാണ് ഈ HM കവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ തേയില നിറയ്ക്കുന്നതും ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ 1 കിലോയുടെ തേയില നമുക്ക് നിറയ്ക്കാൻ പറ്റിയ ഒരു കവറാണിത്. ഇതാണ് ഇതിന്റെ 1 കിലോയുടെ ഒരു ഫുൾ പാക്കറ്റ് ആയിട്ട് വരുന്നത്. ഈ LD കവർ, അതായത് ഈ ഒരു LD കവർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ, ഇത് 1 kg, അപ്പൊ 1 കിലോ ആണ് ഈ ഒരു പാക്കറ്റ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ 1 കിലോ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇതിനകത്തുള്ള എണ്ണവും കാര്യങ്ങളും, എത്ര എണ്ണ ഉണ്ട് പാക്കറ്റിനകത്ത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിനകത്തുള്ള MRP കൊടുത്തിരിക്കുന്നത് അവര് 230 പക്ഷെ നിങ്ങളത് ഈ പറഞ്ഞ ഹോൾസെയിൽ കടകളിൽ നിന്ന് ഇതുപോലെ 1 കിലോയുടെയും 2 കിലോയുടെയും അതുപോലെ തന്നെ 5 കിലോയുടെ ഏത് പാക്കറ്റുകളാണ് നിങ്ങൾ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും LD കവർ എന്ന് പറഞ്ഞ് തന്നെ ചോദിച്ച് മേടിക്കാൻ ശ്രമിക്കുക. കാരണം വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കവറിനകത്ത് നമ്മൾ പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുറമേന്ന് കാണുമ്പോൾ ഈ തേയിലയുടെ ആ അകത്തുള്ള തേയിലയുടെ ആ ഒരു ഡാർക്ക്നെസ്സോ തേയിലയുടെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊന്നും നമുക്ക് ഈ പുറമേ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതൊരു HM കവറാണിത്. ഇതും 1 കിലോ തന്നെ പാക്ക് ചെയ്യുന്ന ഒരു കവറാണ്. പക്ഷെ ഇതിനകത്ത് നമുക്കത് സാധിക്കത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു കവർ എന്ന് പറഞ്ഞാൽ ഇത് 1 കിലോയുടെ ഈ ഒരു കവറിൽ നമുക്ക് ഈ തേയില നിറയ്ക്കുമ്പോഴത്തേക്കും ഇത് ഗ്ലാസ് മോഡലാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ഈ തേയില എത്രത്തോളം നമുക്ക് കാണിപ്പം, ഞാൻ ഈ പാക്കറ്റ് തന്നെ ഞാൻ കാണിച്ചത്. കാരണം ഇതൊരു പാക്കറ്റ്, ഇത് 1/2 കിലോയുടെ ഒരു പാക്കറ്റാണ്. ഈ 1/2 കിലോയുടെ ഈ പാക്കറ്റ്, ഇത് 1 കിലോയുടെ പാക്കറ്റ്, അതുപോലെ തന്നെ 1/2 കിലോയുടെ പാക്കറ്റ് നമുക്കുണ്ട്. അപ്പൊ ഇത് 1/2 കിലോയുടെ പാക്കറ്റുകളാണ്, ചെറിയ പാക്കറ്റ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ തേയില നിറയ്ക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമുക്ക് നല്ല ക്വാളിറ്റി, അതായത് പുറമേന്ന് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നമ്മള് ഒരു പാക്കറ്റ് ആക്കി നമ്മൾ കടയിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് പുറമേന്ന് തന്നെ തേയില കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, അവർക്ക് ആ ഒരു കാണുമ്പോൾ തന്നെ ഒരു കാഴ്ചയിൽ ഒരു മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കച്ചവടം പിടിച്ചെടുക്കണമെങ്കിൽ നമുക്കത് ഒരുപാട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പാക്ക് ചെയ്യുമ്പോൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. LD കവർ മേടിച്ച് നിങ്ങൾ പാക്ക് ചെയ്യും. ഇപ്പൊ ഇത് 1/2 കിലോയുടെ ഇങ്ങനത്തെ കവറുകളിൽ നിങ്ങൾ എത്ര പാക്കറ്റാണ് പാക്ക് ചെയ്യുന്നത്, അപ്പൊ അത് നിങ്ങൾ പാക്കറ്റായിട്ട് നിങ്ങളൊരു വിൽപ്പനയ്ക്ക് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും അവർക്കത് പുറമേ നിന്ന് എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള അത് ക്ലിയർ ആയിട്ട് അവർക്ക് കാണാൻ സാധിക്കും. തേയില നിങ്ങൾ നിറച്ചിരിക്കുന്ന ആ ഒരു തേയിലയുടെ ക്വാളിറ്റി കാര്യങ്ങൾ പുറമേ നിന്ന് തന്നെ കാണാൻ മനസ്സിലാക്കും. പിന്നെ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ തേയില, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് തേയില ബ്രാൻഡഡ് തേയിലയാണ്, ക്വാളിറ്റിയുള്ള തേയിലയാണെന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും വ്യക്തമാവും. അപ്പൊ പരമാവധി തുടക്കക്കാര് ഇതുപോലുള്ള HM കവറുകളിൽ പാക്ക് ചെയ്യാതെ, ഇതുപോലുള്ള HM കവറിൽ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ അവർ ആദ്യം ചോദിക്കും, ഇതിന് പേരില്ല, അല്ലെങ്കിൽ അഡ്രസ് ഇല്ല, ഇത് എത്ര കിലോ ആണ്, പിന്നെ അതോടൊപ്പം തന്നെ ഇത് എങ്ങനെയുണ്ട് തേയില എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് കാര്യങ്ങൾ. കാരണം നമ്മളിത് സീൽ ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അവരുടെ മുമ്പിൽ വെച്ച് നമുക്ക് തുറന്ന് 1 കിലോ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് മെയിനായിട്ട് തുടക്കക്കാർ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഇതുപോലുള്ള ഈ LD കവറുകളിൽ പാക്ക് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. കാരണം തുടക്കക്കാർക്ക് അത് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള ഇതിപ്പോ ഒരു 1/2 കിലോയുടെ ഒരു ഫുൾ 1/2 കിലോയുടെ കവറാണ്.
ഒരു ഫുൾ പാക്കറ്റ് നമ്മളിത് മേടിക്കുമ്പോൾ 1 കിലോ ആണ് ഈ 1/2 കിലോയുടെ പാക്കറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, 1/2 കിലോയുടെ ഉണ്ട്, 1 കിലോയുടെ ഉണ്ട്. അതുപോലെ തന്നെ എച്ച് എം കവർ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് 5-ന്റെ കവറാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾ 5 കിലോ സപ്ലൈ കൊടുക്കുന്ന 5 കിലോ സെയിൽ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ എച്ച് എം കവറുകളിൽ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ ഉള്ളിലുള്ള തേയിലയുടെ ആ ഒരു ഇത് പുറമേ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേ സെയിം തന്നെ LD കവർ നമുക്ക് 5 കിലോയുടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അങ്ങനത്തെ ഈ ടൈപ്പ് കവർ വാങ്ങിക്കുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ സീൽ ചെയ്യുമ്പോഴത്തേക്കും ഈ കവർ ആണെങ്കിൽ സീൽ ചെയ്ത് ആ സീലിംഗിന്റെ ഇടയിൽ കൂടെ നമുക്ക് തേയില പുറത്തേക്ക് വരത്തില്ല. കാരണം വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള മൈക്രോൺ കൂടിയ ക്വാളിറ്റിയുള്ള കവറാണ് ഈ LD കവർ എന്ന് പറഞ്ഞ് വരുന്നത്. പക്ഷെ ഈ ഒരു HM കവർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇതിനകത്ത് നമ്മൾ തേയില പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് 2 പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ തന്നെ ഈ സീലിംഗിന്റെ അവിടെ വെച്ചിട്ട് കട്ടാവും. അപ്പൊ തേയില പുറത്തേക്ക് പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ തുടക്കക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ തുടക്കക്കാരെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. കാരണം പാക്ക് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ തേയില ബിസിനസ് ചെയ്ത് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോകുക എല്ലാവരും. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോ വീണ്ടും കാണാൻ എല്ലാ കൂട്ടുകാർക്കും ബൈ.